അപ്പോൾ ഇതാ ഒന്നൊരു ഫ്രൈഡേ ഉണ്ട്, അതായത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇവള് കുളിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ്. ആനയൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു, രാവിലത്തെ പണിയിലാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഗോലായി കിടക്കാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ഇതാ അനു ഇതവിടെ നിൽക്കണ പാടി പോക്കണുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്ന് ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ അതേപോലെ ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നല്ല നാടൻ കോഴിയാണ്. അപ്പോൾ നാടൻ കോഴിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഫ്രൈഡേ അല്ലേ, അപ്പോൾ സ്കൂളൊന്നുമില്ല ഇന്നിപ്പോൾ. സ്വാതന്ത്ര്യദിനമായിട്ട് സ്കൂൾ ഉണ്ട്, പക്ഷേ ഇവർക്ക് നമ്മളെ രക്ഷിതാക്കൾ കൊണ്ടുവരും വേണം. അപ്പോൾ പിന്നെ ഈ രാവിലൊക്കെ ഇപ്പോൾ കൊണ്ടുവരൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ എന്തായാലും സ്കൂളില്ലാത്ത ദിവസം എന്തായാലും പണിയൊക്കെ നേരം വൈകും. അപ്പോൾ ഒരു 6:30 ഒക്കെ ആകുമ്പോഴേ നീക്കുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഇതാ ചപ്പാത്തി അമ്മ പരത്തി ചുടുന്നുണ്ട്, ഞാനും ചുട്ട് കൊടുക്കുന്നുണ്ട്, അമ്മ പരത്തുന്നുണ്ട്. പിന്നെ ചിക്കൻ ഉണ്ട്, നാടൻ കോഴി ഉണ്ട്, അത് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി തന്നെ. ചേച്ചി അവിടെ ഉള്ളി ഇതൊക്കെ അരിയുന്നുണ്ട്, ചിക്കനൊക്കെയുള്ള ഉള്ളി അരിയുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ചയ്ക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് ചേച്ചി. ഞാനവിടെ ചപ്പാത്തി ചുടുന്നുണ്ട്. പിന്നെ അത് എനിക്ക് വീഡിയോ എടുത്തിരുന്ന അനുവാണ്. അമ്മ ചപ്പാത്തി ചുടുന്നുണ്ട്. പിന്നെ ചേച്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴയല്ലേ പെയ്യണത്. അപ്പോൾ എന്താ പറയുക, നല്ല ചൂടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നേരെ വൈകിട്ട് ബിരിയാണി ഉണ്ടാക്കലും കുറച്ച് നേരം ദമ്മിക്കിട്ട് ദമ്മ് പൊളിച്ച് ബിരിയാണിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റില്ല, നല്ല മഴയും ഒക്കെ കൂടി. അപ്പോൾ ഞങ്ങൾ നല്ല ചപ്പാത്തി ചൂടെല്ലാണ്. പിന്നെ ചിക്കനൊക്കെയുള്ള കായം കൂട്ടുകയാണ്, അതായത് നാടൻ കോഴി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ബിരിയാണിക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വിചാരിച്ചു. വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ ഗ്രേവിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല അടിപൊളിയല്ലേ. ഇന്ന് ഏതായാലും ഏട്ടനും പണിയില്ല, അനിയനും വീട്ടിലുണ്ട്, മക്കളും ഉണ്ട്, അതായത് ചേച്ചിയുടെ മക്കളും ഉണ്ട്, മോനും ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ചായ കൊടുക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. ആദിമോനും അല്ലൂനൊക്കെ നേരത്തെ ചായ കൊടുത്ത്. ആദിമോൻ്റെയും അല്ലൂൻ്റെയും കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടാണ്. ഇന്ന് അല്ലു നേരത്തെ കുളിക്കും ഇവിടെ വന്നാൽ. അപ്പോൾ അല്ലു കുളിക്കണുണ്ട്, അപ്പോൾ അല്ലുവിൻ്റെ കൂടെ ആദിക്കും കുളിക്കണം. അങ്ങനെ ഏട്ടനും അനിയനും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയുടെയൊക്കെ നടക്കുകയാണ്. ഓൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഓർക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചായയൊക്കെ. അവർക്ക് ചായ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാതിരുന്നത് കേട്ടോ. ഞാൻ ചപ്പാത്തി അങ്ങനെ കഴിക്കൂല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ചിക്കൻ ഒക്കെ കണ്ടപ്പോൾ ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും ഇവരെ കൂടെ ഇരുന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചു. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ്ടോ അടുത്ത പരിപാടിക്ക് ഉച്ചപരിപാടിക്കുള്ളതിന് ഇറങ്ങാൻ ഞങ്ങൾ. ഉച്ചപരിപാടിക്ക് ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയും ഗ്രേവിയും അങ്ങനത്തെ കുറച്ച് സാലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്താ ബിരിയാണി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി വാട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ള. ബിരിയാണിയൊക്കെ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന ഇടയിൽ കൂടിയാണ് കാടമുട്ട പുഴുങ്ങിയാലോ എന്നൊരാഗ്രഹം. വൈകുന്നേരം നല്ല മസാല ഒക്കെ ഇട്ടിട്ട് കാടമുട്ട പുഴുങ്ങൂലേ, അപ്പോൾ അതേപോലെ കാടമുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അല്ലൂനെയും കാടമുട്ട ഞങ്ങളിവിടെ ഒരു വീട് വീട്ടിൽ കിട്ടും. അവർ കാട ഫാമുണ്ട്. അപ്പോൾ അവിടേക്ക് പറഞ്ഞയച്ചതാണ് അവരെ രണ്ടാളെ. അവരങ്ങോട്ട് തിരിഞ്ഞതും പെരും മഴയിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേടിയായി. രണ്ടാളെ ഒറ്റയ്ക്ക് വിട്ടപ്പോഴേ മഴ, ഓരോ കയ്യിൽ കുടയില്ല ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അനുവിനെ പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ പോയിട്ടില്ലായിരുന്നു, അനു വീഡിയോ എടുത്തതാണിട്ടത്. അവരവിടെ പോയി നിൽക്കണത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ കയ്യിൽ കുട കൊടുത്തിട്ട് പറഞ്ഞയച്ചതാണ്. പോയിട്ട് മക്കളെ പോയി കൂട്ടിക്കൊണ്ടുവരും പറഞ്ഞിട്ട് അങ്ങനെ അനുവിനെ പറഞ്ഞയച്ചതാണ്. അവരിവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വിളിച്ചിട്ട് ആരും വിളി കേൾക്കണമൊന്നുമില്ല വീട്ടിൽ. ഒരെങ്ങടയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും, അതായിരിക്കും അവർ വിളിയാക്കാത്തത്. അങ്ങനെ അവർ രണ്ടാളും ഇങ്ങനെ നിൽക്കണം. ഇവള് നല്ല ലാഗാക്കി എടുത്തണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം വോയിസ് ഇപ്പോൾ എന്ത് പറയിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം നല്ല കാടമുട്ട ഉണ്ടാകും. ഒരു പെട്ടിക്ക് 100 രൂപയേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ കാടമുട്ടയ്ക്ക് ഒരു പെട്ടിക്ക് 100 രൂപയേ ഉള്ളൂ. അത് അല്ലൂനെ പറഞ്ഞയക്കാച്ചിട്ടായിരുന്നേ. ചേച്ചി ഇങ്ങനെ പറഞ്ഞു അല്ലൂനോട് കാടമുട്ട ഉണ്ടാവുമെന്ന് പോയി നോക്കുമെന്ന്. അപ്പോൾ അത് കേട്ടതും ആദ്യമോ വൈത്താലം വണ്ടി അതിന് പിന്നെ ഓനും പോകണം. അങ്ങനെ അനുവും പോയി വിളിച്ചിട്ടും ആളെ കൂട്ടവും വിവരം കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ആദ്യമോനാണെങ്കിൽ കാടമുട്ട കിട്ടാതെ പോരൂലെന്ന് പറഞ്ഞവിടെ നിൽക്കുകയാണ് കേട്ടോ.
എന്തായാലും ഒരു വിധത്തിൽ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാരെ. എന്താ ഓൻ ആ വണ്ടിക്കാണ്, ആ ഗ്രിൽസിൻ്റെ ഉള്ളിൽ അപ്പുറത്തൊരു വണ്ടിയുണ്ട്, അവിടുത്തെ കുട്ടിയുടെ വണ്ടിയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതെടുക്കാനാണ് ഓൻ നിൽക്കുന്നുണ്ടാവും. ആ വണ്ടി ഓന് കിട്ടണം എന്നുള്ളതിലാണ് ഓൻ നിൽക്കണത്. അപ്പോൾ പോരുന്നില്ല തോന്നുന്നുണ്ട് ആൾക്കാർ അവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നത് കേട്ടോ. വാതിലും ഗ്രിൽസും ഒക്കെ മുട്ടി വെക്കുന്നുണ്ട് ആൾക്കാർ. എന്തായാലും താത്താനെ കാണുന്നില്ല. എന്തായാലും എന്താ താത്താൻ്റെ ഹാജർ താത്ത എന്ന് തോന്നുന്നുണ്ട്. ആ താത്താൻ്റെ പേരിട്ട് ഹാജറാന്ന് തോന്നുന്നുണ്ട്. നല്ല മഴയുണ്ട്. ഞങ്ങൾ ഈ ഫോണിൽ കാണുന്നുണ്ടാകും നല്ല മഴത്തുള്ളി വീണത്. ഇവളാണെങ്കിൽ ലേഖാക്കി എടുത്തണല്ലോ അടച്ചോനെ. അങ്ങനെ ഇറങ്ങി. എന്തായാലും മഴയത്തുനിന്ന് അവർ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ലെവലിൽ ഇറങ്ങിയിട്ടുണ്ട്. മഴ കൂടിയപ്പോൾ അത് പിന്നെയും കയറുന്നുണ്ട്. എന്തായാലും രണ്ടാളും നല്ല മഴ കൊണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. ഞാൻ വിചാരിച്ചു ഇവളെ അനുവിന് പറഞ്ഞയച്ചിട്ട് ഇവരെന്താ കുട്ടികളെ അനുവിന് എന്തേ കാണാത്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരവിടെ നിൽക്കുകയാണെന്ന് അറിയില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞതാ അല്ലുവിനോട് പറഞ്ഞു അതിനെ കൊണ്ടുപോകണ്ട, എന്താ പറയുക, ഓൻ വീകുന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലു എടുത്ത് കൊണ്ടുപോവുക ചെയ്തത്. പോകുമ്പോൾ തിരിച്ച് വരുമ്പോഴും അതേപോലെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഒരു വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ സോയാബീനും വെജിറ്റബിൾ ബിരിയാണി അല്ലേ, അപ്പോൾ കോളിഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ആദ്യക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സോയാബീനും പിന്നെ കോളിഫ്ലവറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വെജിറ്റബിൾസ് അല്ലേ കൊടുത്തയക്കുക. അപ്പോൾ എന്തായാലും ആ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ പിന്നെ എക്സ്ട്രാ നമുക്ക് ചിക്കനും മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും തട്ടിക്കൂട്ടൊരു വെജിറ്റബിൾ ബിരിയാണിയും അങ്ങനെ ബിരിയാണി പരിപാടി തുടങ്ങി. ഞാൻ വോയിസ് കൊടുക്കണേ കൂടി മോനെ ഇടയിൽ വന്നിട്ട് എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കട്ടെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ലെവലാണ്ട് വിട്ടിട്ടു. അങ്ങനെ എന്തായാലും ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ചമ്മന്തിയാ തോന്നിട്ട് ഞാൻ അരക്കണത്. ചമ്മന്തി ബിരിയാണിക്ക് കുളിയൊക്കെ കഴിഞ്ഞതാ റൂമിലെത്തിട്ടോ. ഞാൻ പറയാം വാ എഴുതാ വാ. കൈ കഴുകിയ കൈ വാഷ് ചെയ്യ് പോയിട്ട് വാഷ് ചെയ്. വാ അപ്പൊ ആദ്യമോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനിയ വിജയിച്ചിനോടിക്ക് ഏതാണ്? കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിത് സാലഡിനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. സാലഡിനുള്ള ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. ചേച്ചിനോട് ചോദിച്ചിരുന്നു ഇനി എന്തെങ്കിലും കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി കട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുളിക്കാൻ പോകുമ്പോഴാണ് ഓർമ്മ അയ്യോ സാലഡ് ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിയൊക്കെ ശരിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇനി കുളി കഴിഞ്ഞ് വന്നു. ഞാൻ ആദ്യമോനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് ആനിമൽസിൻ്റെ പേരൊക്കെ പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നേരെ വന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ്. അപ്പോൾ ഓന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വേഗം ഒരു 1 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇയാൾ ചപ്പാത്തി കഴിച്ചിട്ടില്ലേ, ചിക്കനാണ് നല്ല കഴിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഓർക്കുള്ള ചോറൊക്കെ എടുത്ത് ദമ്മൊക്കെ പൊട്ടിച്ച്. ചോറ് കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഒരു ഇതിൽ നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. തട്ടിക്കൂട്ട് നമ്മൾ പെട്ടെന്ന് വെച്ചിട്ടുണ്ടാക്കിയൊരു ബിരിയാണിയല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ബിരിയാണി. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് വെജിറ്റബിൾ ബിരിയാണിയും അതേപോലെ ഗ്രേവിയും ചിക്കൻ ഗ്രേവിയും നല്ല ഇഷ്ടമാണ്. അത് ഞാൻ മേലുള്ള റൈസ് ഇങ്ങോട്ട് കോരിയെടുത്തതാണ് കേട്ടോ. അതാണ് കളറില്ലാത്തത്. ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ഏട്ടൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലേഖാക്കി എടുക്കും. നമ്മൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അതങ്ങനെ ഇളക്കി ഇതിങ്ങനെ ഇളക്കി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വോയിസ് കൊടുക്കണമെന്ന്. ഇപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റായിട്ട് അപ്പോൾ നല്ല റെഡിയായി ബിരിയാണി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, സീ യു.